ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ് ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഡയഗ്രാം നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ ഏറ്റവും ആദ്യത്തത് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ. സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൽ സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ട് എങ്ങനെയായിരിക്കും, ആ പ്രാക്ടിക്കൽ സർക്യൂട്ട് വരയ്ക്കാൻ എന്തൊക്കെ കമ്പോണൻറ്റുകൾ ആവശ്യമുണ്ട്, ആ കമ്പോണൻറ്റുകൾ ഓരോ കമ്പോണൻറ്റിൻ്റെയും പർപ്പസ് എന്താണ്, ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ സർക്യൂട്ട് പഠിക്കാം. വളരെ കാണാതെ നിങ്ങൾ പഠിക്കുക, വളരെ സിമ്പിളുമാണ്. നമ്മൾ സർക്യൂട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ സർക്യൂട്ട് വളരെയധികം നോക്കി പഠിച്ചുകൊണ്ടാം. സർക്യൂട്ടിൻ്റെ ഓരോ കമ്പോണൻറ്റും ആ ഓരോ കമ്പോണൻറ്റിൻ്റെ പർപ്പസും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് us start സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ NPN ട്രാൻസിസ്റ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞല്ലോ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ഒരു NPN ട്രാൻസിസ്റ്ററാണ്. NPN ട്രാൻസിസ്റ്റർ വരച്ചു. NPN ട്രാൻസിസ്റ്ററിന് കളക്ടർ ലോഡ് റെസിസ്റ്റർ RC. ഇപ്പം തന്നെ ഈ ഡയഗ്രാം വരച്ച് പഠിച്ചുകൊള്ളുക. കളക്ടർ ലോഡ് റെസിസ്റ്റർ RC. പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2 ആണ് യൂസ് ചെയ്യുന്നത്. R1 ആൻഡ് R2. ഇത് നമ്മൾക്കറിയാം. ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ നിന്നും ഒരു റെസിസ്റ്റർ ഉണ്ട് RE. ഇനി നമ്മൾ ഇവിടെ എന്താണ് VCC പ്ലസ് VCC. ഇത് എമിറ്ററിലേക്കുള്ള കണക്ഷൻ. അപ്പോൾ ഇത് ബേസിലേക്കുള്ള കണക്ഷൻ. ബേസ് ടെർമിനൽ, എമിറ്റർ ടെർമിനൽ, കളക്ടർ ടെർമിനൽ, എമിറ്റർ റെസിസ്റ്റർ RE, R1, R2. ഇത് മൈനസ് VCC അല്ലെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് എന്ന് പറയാം. ഇതാണ് ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയില്ല, അതിന് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾക്ക് ഇത് പ്രാക്ടിക്കൽ ആംപ്ലിഫയർ സർക്യൂട്ടിൽ നോക്കിക്കൊള്ളുക. നമ്മൾ രണ്ട് കമ്പോണൻറ്റുകൾ കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. രണ്ട് കപ്പാസിറ്റേഴ്സ്, രണ്ട് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ ആംപ്ലിഫൈ ചെയ്യേണ്ട ഇൻപുട്ട് സിഗ്നൽ കൊടുക്കേണ്ടത് ബേസിലാണ്. ഇത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ടാണ്. ബേസ് ടു എമിറ്റർ ആണ് നമ്മളുടെ ആംപ്ലിഫയർ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് കളക്ടറിൽ നിന്നുമാണ്. അപ്പോൾ നമുക്കിവിടെ ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടി ആംപ്ലിഫൈ ചെയ്യേണ്ട ഇൻപുട്ട് സിഗ്നൽ നമ്മളുടെ ചെറിയ സ്മോൾ സിഗ്നൽ, ഒരു സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ ആണിത്. ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. ഇതാണ് നമ്മളുടെ AC ഇൻപുട്ട് സിഗ്നൽ. ഈ ഇൻപുട്ട് സിഗ്നൽ നേരെ ബേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനകത്തൊരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നു. ഇതിന് പറയുന്നതാണ്. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റ്. അടുത്തത് Cin. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ കണ്ടല്ലോ. ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് ആഡ് ചെയ്തിരിക്കുന്നു. അതിലിപ്പോൾ ഒരു കമ്പോണൻ്റ് ആഡ് ചെയ്തത് Cin, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആഡ് ചെയ്തു. ഇനി നമ്മളിവിടെ വീണ്ടും ഒരു കപ്പാസിറ്റർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അതിന് നമുക്ക് Cout എന്ന് പറയാം. Cout. ദിസ് ഈസ് ദി ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. അപ്പോൾ കളക്ടർ ലോഡ് റെസിസ്റ്റർ RC, എമിറ്റർ സ്റ്റെബിലൈസേഷൻ റെസിസ്റ്റർ RE, ദെൻ R1, R2, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ Cin, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ Cout. ഇതോടൊപ്പം തന്നെ നമ്മളിവിടെ ഒരു എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ കൂടി ആഡ് ചെയ്യുന്നു, CE. ഇത്രയുമാണ്. ഇതാണിപ്പോൾ ഒരു പ്രാക്ടിക്കൽ ആംപ്ലിഫയർ സർക്യൂട്ട്. അപ്പം നമ്മൾക്ക് ഓരോ കമ്പോണൻറ്റിൻ്റെയും പർപ്പസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇത് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. എന്താണ് ഇതിൻ്റെ പർപ്പസ്? എന്തുകൊണ്ട് നമ്മൾക്കൊരു AC സിഗ്നൽ നേരെ അങ്ങ് അപ്ലൈ ചെയ്താൽ? അപ്പം നമ്മൾക്ക് ഓരോ കമ്പോണൻറ്റിൻ്റെയും പർപ്പസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇത് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. എന്താണ് ഇതിൻ്റെ പർപ്പസ്? എന്തുകൊണ്ട് നമ്മൾക്കൊരു AC സിഗ്നൽ നേരെ അങ്ങ് അപ്ലൈ ചെയ്താൽ?
നമുക്ക് വീണ്ടും സർക്യൂട്ടിലേക്ക് വരാം. സർക്യൂട്ട് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഓരോ കമ്പോണൻറ്റും പർപ്പസിലേക്കും നമുക്ക് പോവാം. ആദ്യമായിട്ട് ഇതിലേക്ക് 2 ന്യൂലി കമ്പോണൻറ്റുകൾ 3 കമ്പോണൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്തു. 3 കപ്പാസിറ്ററുകൾ. ഇതുവരെ നമ്മൾ പഠിച്ച ബയാസിങ് സർക്യൂട്ടിൽ നിന്നും DC കണ്ടീഷനിൽ നിന്ന് മാറി ഇൻപുട്ട് ആംപ്ലിഫൈ ചെയ്യാനുള്ള ഇൻപുട്ട് സിഗ്നൽ കൊടുത്തപ്പോൾ നമ്മൾ ഇത്രയും കമ്പോണൻറ്റ്സ് ആഡ് ചെയ്തു. ഒരു ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, Cin. പിന്നെ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, എമിറ്ററിലൊരു ബൈപ്പാസ് കപ്പാസിറ്റർ CE, എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ Cin, Cout ആൻഡ് CE. ഇത് ഓരോന്നിൻ്റെയും പർപ്പസ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഇല്ലാതെ സിഗ്നൽ കൊടുത്താൽ എന്താണ് സംഭവിക്കുക? ഇപ്പം നമ്മൾ AC സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ് DC + VCC അപ്ലൈ ചെയ്ത് ഇതിലൂടെ I1 ഒഴുകുന്നുണ്ട്, I2, IB ബേസ് കറൻറ്റ്, നോട്ടബിൾ ബേസ് കറൻ്റ് ഉണ്ട്, എമിറ്റർ കറൻ്റ് ഉണ്ട്, കളക്ടർ കറൻ്റ് ഉണ്ട്. എല്ലാ കറൻറ്റുകളും ഓക്കെ. ഒരു പർട്ടിക്കുലർ കളക്ടർ കറൻറ്റും ഒരു കളക്ടർ എമിറ്റർ വോൾട്ടേജും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് DC. അത് ഏകദേശം ഇതൊരു 12 വോൾട്ട് ആണെങ്കിൽ 12 വോൾട്ട് VCC അപ്ലൈ ചെയ്താൽ ഏകദേശം അതിൻ്റെ മിഡിൽ 6 വോൾട്ട് VCE കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അത് സെറ്റ് ചെയ്യാറുണ്ട് ആക്റ്റീവ് റീജിയനിൽ. അങ്ങനെ ഇതാണ് നമ്മളുടെ ക്യൂ പോയിൻ്റ്. ഒരു പർട്ടിക്കുലർ DC IC വാല്യൂവും VCE വാല്യൂവും കിട്ടുന്നതിനെ ക്യൂ പോയിൻ്റ് എന്ന് പറയും. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ DC കറൻറ്റുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിലേക്കാണ് നമ്മൾ ഈ AC സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ AC സിഗ്നലിനെ പ്ലസ് ഈ DC ആയിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടാണ് ആംപ്ലിഫൈ ചെയ്ത് നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇത്ര സിമ്പിൾ. ഈ ഒരു ഇങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിനൊരു ഔട്ട്പുട്ട് ഗെയിൻ നമ്മൾക്ക് ട്രാൻസിസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് Cin, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആഡ് ചെയ്യണം, ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് ആദ്യം നമുക്ക് നോക്കാം. ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഇല്ലാതെ നമ്മൾ നേരിട്ട് കൊടുത്താൽ ഏതൊരു AC സോഴ്സും DCക്ക് ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. DCക്ക് ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ഇതിവിടെ AC സിഗ്നൽ ഇവിടെ നമ്മൾ കൊടുത്തെങ്കിലും ഈ AC സിഗ്നൽ ജനറേറ്റർ ആവട്ടെ മറ്റെന്ത് സോഴ്സും ആവട്ടെ അതൊരു ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കൂടെ ഒരു പർട്ടിക്കുലർ കറണ്ട് ഒഴുകി ഇവിടെ ഒരു ഡ്രോപ്പ്, ഇവിടെ ഒരു ഡ്രോപ്പ്, ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ്, ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ ഈ ബയാസിങ് ശരിയായി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു സോഴ്സ് ഒരു ഷോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ കറണ്ട് എപ്പോഴും ഷോർട്ട് സർക്യൂട്ട് പാത്ത് പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ കറണ്ട് I1 ഇതിലൂടെ ഒഴുകി വരുന്നത് വീണ്ടും ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ഇവിടെ ആ പർട്ടിക്കുലർ I2 ഒഴുകാതെ വരികയും പർട്ടിക്കുലർ VB പ്രൊവൈഡ് ചെയ്യാതെ വരും. വിയിൽ വ്യത്യാസം ഉണ്ടാവും, IBയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ബയാസിങ് മൊത്തത്തിൽ ടോട്ടലി മിസ്സാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബയാസിങ് നിലനിർത്തണം. ബയാസിങ്ങിലൊരു മിസ് ആവാൻ പാടില്ല, ബയാസിങ്ങിലൊരു വേരിയേഷൻ വരാൻ പാടില്ല. പക്ഷേ നമുക്ക് AC സിഗ്നലിനെ ട്രാൻസിസ്റ്ററിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ കൊടുക്കുന്നത്. കപ്പാസിറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് പാസസ് AC ആൻഡ് ബ്ലോക്ക് DC. അപ്പോൾ DC ബയാസിങ് കറൻറ്റുകൾ ഈ AC ഷോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതുവഴി ഒഴുകി മൊത്തത്തിലുള്ള ബയാസിങ് വോൾട്ടേജുകളെ മിസ്സാക്കുകയുമില്ല. അതേസമയം ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന AC സിഗ്നൽ എന്ത് ചെയ്യാനും സാധിക്കും? ഇൻപുട്ടിലേക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ ഡയോഡിലേക്ക് അല്ലെങ്കിൽ ബേസിലേക്ക് നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അതാണ് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ Cinൻ്റെ ഫങ്ഷൻ. ഇപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന R1 R2 പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ്ങുകൾ, RE എമിറ്റർ റെസിസ്റ്റർ, RC കളക്ടർ ലോഡ് റെസിസ്റ്ററിന് പുറമേ നമ്മൾക്കിവിടെ ഉള്ളത് Cin ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, Cout ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, CE എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. ഇപ്പോൾ ഇത് രണ്ടും എന്താണെന്നറിയാം? പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ്ങിന് വേണ്ടിയാണ്. ഇത് എമിറ്റർ സ്റ്റെബിലൈസേഷൻ റെസിസ്റ്ററാണ്, ഇത് കളക്ടർ ലോഡ് റെസിസ്റ്ററാണ്. ഇതിൻ്റെ എല്ലാം ഫംഗ്ഷനുകൾ നമ്മൾ വിവിധ ബയാസിങ് സർക്യൂട്ടുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വരുന്നത് ഇതിൽ പ്രാക്ടിക്കൽ ആംപ്ലിഫയർ സർക്യൂട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തത് ഈ കപ്പാസിറ്ററാണ്. അപ്പോൾ അതിൽ Cin നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് Cin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു എ സി സോഴ്സ് ഡി സിക്ക് ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് പാത്ത് ഉള്ളപ്പോൾ പ്രിഫറബിളി കറണ്ട് പോകുമ്പോൾ ഇവിടെയുള്ള എല്ലാം ബയാസിങ്ങിന് മിസ് അലൈൻമെൻ്റ് ആവും, ബയാസിങ് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കപ്ലിംഗ് കപ്പാസിറ്റർ ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആംപ്ലിഫൈ ചെയ്യേണ്ട എ സി ഇൻപുട്ട് സിഗ്നലിനെ ബേസിലേക്ക് കപ്പിൾ ചെയ്യുകയും അതേസമയം ഈ ഡി സി ബയാസിങ്ങിനെ ഇത് അഫക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. അതുപോലെ തന്നെയാണ് ഔട്ട്പുട്ടിൽ. അപ്പോൾ ഈ ഇൻപുട്ടിൽ എ സി സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വേരിയേഷൻസ് ഉണ്ടായി ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. VCE കളക്ടർ ടു എമിറ്റർ ആയിട്ട് നമ്മൾ വോൾട്ടേജ് എടുക്കുന്നു. ആ ഔട്ട്പുട്ടിനെ കപ്പിൾ ചെയ്തെടുക്കുക. ഇനിയും വീണ്ടും അധികം സ്റ്റേജുകൾ നമ്മൾക്കിങ്ങനെ ആവർത്തിക്കണമെങ്കിലും ആവർത്തിക്കാം. ഇതൊരു സിംഗിൾ സ്റ്റേജ് മാത്രമാണ്. ഈ ഒരു ലെവൽ ആംപ്ലിഫിക്കേഷൻ പോരാ, ഇനി ഒരു ലെവൽ കൂടി വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്തിങ്ങനെ പോവാം. അപ്പോൾ അതിൽ ഇതാണ് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. ഔട്ട്പുട്ടും ഇതുപോലെ നമ്മൾക്ക് കപ്പിൾ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററാണ്. ഇനി ഇവിടെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ, വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതൊരു ബയാസിങ് സർക്യൂട്ടിൻ്റെയും പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ പോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. ബീറ്റ ചേഞ്ചസിനെതിരെയും ടെമ്പറേച്ചർ ചേഞ്ചസിന് എതിരെയും ക്യൂ പോയിൻറ്റിനെ ഇതുപോലെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ. ബീറ്റ ചേഞ്ച് ചെയ്താലും ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടായാലും ക്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതാണ് സ്റ്റെബിലൈസേഷൻ. അത് പ്രൊവൈഡ് ചെയ്യുന്നതിൽ വളരെയധികം പങ്കുള്ള ഒരു കമ്പോണൻ്റാണ് എമിറ്റർ സ്റ്റെബിലൈസേഷൻ റെസിസ്റ്റർ RE. അപ്പോൾ ഇവിടെ അഥവാ നമ്മൾക്ക് കപ്പാസിറ്റർ ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇൻപുട്ടിൽ ഒരു AC സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ AC സിഗ്നലിനനുസരിച്ച് AC ബയാസിങ് വോൾട്ടേജിനനുസരിച്ച് ബേസ് കറൻറ്റിൽ എന്തുണ്ടാവും? ഇൻക്രീസിങ്ങും ഉണ്ടാവും, ഡിക്രീസിങ്ങും ഉണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവും. ആ വേരിയേഷൻസ് അവിടെ അതുപോലെ എന്തിലും ഉണ്ടാവും? എമിറ്ററിലും ഉണ്ടാവും, എമിറ്റർ കറൻറ്റിലും ഉണ്ടാവും, കളക്ടർ കറൻറ്റിലും ഉണ്ടാവും. അപ്പോൾ ഈ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ എമിറ്റർ കറൻറ്റിലൂടെയുള്ള എമിറ്റർ കറൻറ്റ് വേരി ചെയ്യുമ്പോൾ AC ഇൻപുട്ട് സിഗ്നലിനനുസരിച്ചുള്ള വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ VRE അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എമിറ്റർ റെസിസ്റ്ററും എന്ത് ചെയ്യും? വേരി ചെയ്യും. RE ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ് VRE. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെബിലൈസേഷൻ നിലനിർത്തുന്നത്. ഇതിലൂടെ ഒഴുകുന്ന കറൻറ്റാണ് IE. അപ്പോൾ AC സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ വോൾട്ടേജ് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വേരി ചെയ്യും. ആ വോൾട്ടേജ് വേരിയേഷൻ എന്ത് ചെയ്യും? ഇത് VB, ഇത് VE അല്ലെങ്കിൽ VRE. VE എന്നാണ് പഠിച്ചെങ്കിൽ VE, ദിസ് ഈസ് VB, ഇത് VBE. അപ്പോൾ VB മൈനസ് VE ആണ് VBE. ഇതിൽ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ ബേസ് ഈ ജംഗ്ഷൻ ഡയോഡിലുള്ള ബേസ് എമിറ്റർ ജംഗ്ഷൻ ഡയോഡിന് കിട്ടുന്ന വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ബയാസിങ്ങിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇവിടെ എമിറ്റർ കറൻറ്റിൽ എന്ത് വേരിയേഷൻസ് ഉണ്ടായാലും ആ വേരിയേഷൻസ് AC വേരിയേഷൻസ് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കപ്പാസിറ്റർ ACയെ പാസ് ചെയ്യും, DCയെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ VE കോൺസ്റ്റൻ്റാക്കി നിലനിർത്താനും വേരിയേഷൻസ് എല്ലാം കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകും. ഇതാണ് എമിറ്റർ ബൈപ്പാസ്. അതുകൊണ്ടാണ് അതിനെ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. അപ്പോൾ ഇത് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. അപ്പോൾ ഈ മൂന്ന് കമ്പോണൻറ്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രാക്ടിക്കൽ ആംപ്ലിഫയർ സർക്യൂട്ടിൽ. ഈ പ്രാക്ടിക്കൽ ആംപ്ലിഫയർ സർക്യൂട്ട് നമുക്കൊന്നുകൂടി വരയ്ക്കാം. പഠിച്ചല്ലോ നിങ്ങൾ. സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തനിയെ ഇനി ബുക്കിലാണ് വരയ്ക്കാറ്. വരച്ച് നോക്കുക. നമ്മളാദ്യം ഒരു NPN ട്രാൻസിസ്റ്റർ എന്തൊക്കെ വേണം? RE വരയ്ക്കുമ്പോൾ ഉടനെ തന്നെ എന്തും വരയ്ക്കുക? CE, RC, R1, R2, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, AC സിഗ്നൽ എല്ലാം കൂടി ഗ്രൗണ്ട്, ഇത് പ്ലസ് VCC മൈനസ് VCC ആക്ച്വലി മൈനസ് VCC AC ഇൻപുട്ട് സിഗ്നൽ. ഇതെന്താ? Cin, ഇവിടെ Cout, RE, CE, R1, R2, RC. ആണ് പ്രാക്ടിക്കൽ ആംപ്ലിഫയർ സർക്യൂട്ട്. ഇനി നമുക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യും നോക്കാം. ഫസ്റ്റ് ഇൻപുട്ട് സിഗ്നൽ. നമ്മളിതിൻ്റെ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാം. ഇൻപുട്ട് സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ പ്ലസ് മൈനസ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ NPN ട്രാൻസിസ്റ്ററാണ്. NPN ബേസ് P ടൈപ്പാണ്.
എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. എൻ എമിറ്റർ, പി ബേസ്, എൻ കളക്ടർ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ബേസ് ബയാസിങ് ഇൻക്രീസ് ചെയ്യുന്നു. ബേസ് ബയാസിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഐ ബി ഇൻക്രീസ് ചെയ്യുന്നു, ഐ ഇ ഇൻക്രീസ് ചെയ്യുന്നു, ഐ സി ഇൻക്രീസ് ചെയ്യുന്നു, ഐ സി ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ വി സി ഇ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മറക്കാൻ പാടില്ല ഒരിക്കലും. വി സി സി മൈനസ് ഐ സി ആർ സി. അപ്പോൾ നമ്മളുടെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഐ സി ഇൻക്രീസ് ചെയ്യുന്നു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഐ ബി ഇൻക്രീസ് ചെയ്യുന്നു, ഐ ഇ ഇൻക്രീസ് ചെയ്യുന്നു, ഐ സി ഇൻക്രീസ് ചെയ്യുന്നു. ഐ സി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഐ സി ആർ സി ഓൾസോ ഇൻക്രീസസ്. ഐ സി ആർ സി ഓൾസോ ഇൻക്രീസസ്. സോ വി സി ഇ ഇസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി. ഐ സി ആർ സി ഇൻക്രീസ് ചെയ്യുമ്പോൾ വി സി ഇ ആംപ്ലിഫൈഡ് ആണ്, കൊടുത്തതിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട്. കാരണം ഈ കൊടുത്തിരിക്കുന്ന എത്ര മില്ലി വോൾട്ട് ചേഞ്ചസ് ആണോ എ സി കറൻറ്റ്, അതേ പ്ലസ് ഈ ഡി സി ഐ ബി അങ്ങനെയാണ് വരുന്നത്. അപ്പം മൊത്തത്തിൽ വോൾട്ടേജ് കൂടുന്നെങ്കിലും വി സി ഇ ഗോസ് ടു ദി നെഗറ്റീവ് സൈഡ്. അപ്പോൾ ഫോർ എ പോസിറ്റീവ് ഓൾട്ടർനേഷൻ ഓഫ് ഇൻപുട്ട് വി ഗെറ്റ് ആൻ ആംപ്ലിഫൈഡ് നെഗറ്റീവ് ഓൾട്ടർനേഷൻ. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ രീതിയിലായിരിക്കും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് വരുന്നതെങ്കിലോ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇത് നെഗറ്റീവായി. അപ്പോൾ ബേസ് ബയാസിങ് ഡിക്രീസ് ചെയ്യുന്നു, ഐ ബി ഡിക്രീസ് ചെയ്യും, ഐ ഇ ഡിക്രീസ് ചെയ്യും, ഐ സി ഡിക്രീസ് ചെയ്യും, ഐ സി ആർ സി ഡിക്രീസ് ചെയ്യും, വി സി ഇ എന്ത് ചെയ്യും? ഐ സി ആർ സി ഡിക്രീസ് ചെയ്യും, വി സി ഇ ഗോസ് ടു ദി പോസിറ്റീവ് സൈഡ്. അപ്പോൾ കോമൺ എമിറ്ററിൽ മാത്രമാണ് നമ്മൾക്കിങ്ങനെ കിട്ടുന്നത്. എന്താണ് കോമൺ എമിറ്ററിൽ? ഇത് ഇൻപുട്ട് സിഗ്നൽ, ഇത് ഔട്ട്പുട്ട് സിഗ്നൽ. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇൻപുട്ട് സിഗ്നലിനേക്കാളും ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടി, ബട്ട് ഫേസ് റിവേഴ്സ്ഡ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള സിഗ്നലാണ് കിട്ടുന്നത്. കോമൺ സി ഇ സി ബി സി സി പഠിച്ചപ്പോൾ സി ഇ കോമൺ എമിറ്ററിന് മാത്രമാണ് ഫേസ് റിവേഴ്സൽ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുന്നത്? ഒരു ആംപ്ലിഫൈഡ് ഫേസ് റിവേഴ്സ്ഡ് ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. പോസിറ്റീവ് ഓൾട്ടർനേഷൻ ഓഫ് ഇൻപുട്ട് വരുന്ന സമയത്ത് ആംപ്ലിഫൈഡ് നെഗറ്റീവ് ഓൾട്ടർനേഷനാണ് കിട്ടുന്നത്. ഇതാണ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. വളരെ ഒരു ക്ലോസപ്പ് ലുക്ക് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ടതുമായ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടാണ്. വളരെ സിമ്പിളായിട്ടാണ് ഓരോ കമ്പോണൻറ്റിൻ്റെയും ഫങ്ഷൻസ്. അത് R1 R2 ഒന്നും ഇവിടെ എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കാരണം പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ്ങിൽ വാട്ട് ഈസ് R1 R2 RE RC ഇതെല്ലാം ഫങ്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. 3 കമ്പോണൻസ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. സി ഇൻ, സി ഇ ആൻഡ് സി ഔട്ട് ഓർ സി സി കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് വിളിക്കാം. സി ഇ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഇൻ ദി ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ സർക്യൂട്ട് നോക്കി പഠിക്കുക. സർക്യൂട്ട് വളരെയധികം പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ സർക്യൂട്ട് നോക്കി പഠിക്കുക. സർക്യൂട്ട് വളരെയധികം പഠിക്കാനുണ്ട്.